ലൂസിഫർ 2 എമ്പുരാൻ കണ്ടിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറുകാരോ BJP-ക്കാരോ ഈ സെൻസർ ബോർഡിലൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സംശയമാണ്, എന്തിനായിരുന്നു ആദ്യ 25 മിനിറ്റ് ഹിന്ദിയിൽ തന്നെ ചെയ്തത്? അതിനൊരു കാരണമുണ്ട്. എത്ര സംസാരിക്കാതിരുന്നാലും എത്രയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ചരിത്രം എന്ന് പറയുന്ന സാധനം അങ്ങനെ ഈസി ആയിട്ടൊന്നും മായ്ക്കാൻ പറ്റില്ല. അത് ഈ സിനിമയിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് ഓർമ്മയിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് പലരും മായ്ക്കാനും ഓർക്കാതിരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനിമ വന്ന് വീഴുന്നത്. സഹിക്കാൻ പറ്റുമോ? സിനിമയിലെ 17 കട്ടുകളും അല്ലെങ്കിൽ പുതിയ വേർഷനും വില്ലൻ്റെ പേര് മായ്ക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ആ സിനിമ തന്നെയല്ലേ ജയിച്ചത്? ആ ഭീകരതയെ തന്നെയല്ലേ അവർ കാണിക്കാൻ ശ്രമിച്ചത്? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, സിനിമയിൽ പറഞ്ഞത് എന്തുമാവട്ടെ, അതൊരു ചരിത്രമാണ്, അത് നമുക്ക് നോക്കി മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അവസരം ഈ സിനിമ ഉണ്ടാക്കി തന്നു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ എന്നാലും അവർ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും സത്യമാണ് എന്ന് ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ തെളിയിച്ചു തരികയല്ലേ. ഇവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റ് ആക്കും, ഇവരെക്കുറിച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷനെല്ലാം കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണോ? ഇന്ത്യ ആരുടെയെങ്കിലും മാത്രം അവകാശമാണോ ഗൈസ്? എന്താ നിങ്ങളുടെ അഭിപ്രായം?